ഇവിടെ കൊണ്ടുവരുന്നില്ല പറഞ്ഞുള്ള കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. ബാക്കി എന്താ കാര്യം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അർജൻറ്റീനിയൻ ടീം, പ്രത്യേകിച്ച് മെസ്സി. മെസ്സി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ആളെ പോലെയല്ലേ നമുക്ക്. കേരളത്തിലെ ഏത് കുടുംബത്തിലും പോയാലും മെസ്സി ഉണ്ട്. ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ല. എന്ത് ക്രമക്കേട് എങ്ങനെ നടക്കുക? ക്രമക്കേട് നടക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. ആരും കൊടുത്തും വാങ്ങിയും ചെയ്യുമ്പോഴല്ലേ ക്രമക്കേടിൻ്റെ ഭാഗമായ പ്രശ്നമുള്ളൂ. അതിന് കൃത്യമായ രേഖയുണ്ടാവില്ലേ? അതൊക്കെ നിങ്ങൾ ഓരോ പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വം കള്ളപ്രചാരവേല നടത്തുന്നത് മാത്രമല്ലേ ഉള്ളൂ. അത് നോക്കണം. സെക്രട്ടറിനെ തന്നെ ചോദ്യം ചെയ്യേണ്ടി വരും. സെക്രട്ടറി അല്ലേ അതിൻ്റെ ഉത്തരവാദി. വേറെ രേഖേൻ്റെ കസ്റ്റോഡിയൻ ആരാ? ഏത് സെക്രട്ടറി ആയാലും നമുക്കെന്താ ഇപ്പോൾ ഏത് സെക്രട്ടറി ആയാലും ഒരു കാര്യം ഞാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായതുകൊണ്ട് എന്താ സർക്കാർ അവസാനിക്കുന്നുണ്ടോ? അതൊരു പുതിയ ചോദ്യമാണല്ലോ. ഒരു സർക്കാർ ഏത് സർക്കാരായാലും അവരുടെ സെക്രട്ടറി ഇല്ലേ അവിടെ? അതെങ്ങനെയാ ഈ രീതിയിൽ നിങ്ങൾക്ക് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇപ്പം മെല്ലെ മെസ്സിനെ കൊണ്ടുവരിക? രാജ്യം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് മെല്ലെ മെസ്സി ചില പത്രത്തിൻ്റെ അജണ്ട തന്നെയത്. അത്രേ ഞാനിപ്പം പറയുന്നുള്ളൂ. ബാക്കി പിന്നെ പറയാം, വിശദമായിട്ട് പറയാം, വിശദമായിട്ട് തന്നെ പറയാം. അത് സംബന്ധിച്ച് വിശദമായിട്ട് പറയാമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പറയാം, മുഴുവൻ പറയാം, എന്ത് കാര്യമാണെന്നുള്ളതും കൃത്യമായിട്ട് പറയാം. ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ അതും കൂടി പറഞ്ഞിട്ട് കൊളാക്കണ്ട. കാരണം ഇത്രയും പറഞ്ഞതാണ് വളരെ ഗൗരവമുള്ള പ്രശ്നം. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ആളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് മെസ്സിനെയും കൊണ്ടുവരികയാണ്. അത്രയേ ഉള്ളൂ കാര്യം. അത് ഞാൻ അതിൻ്റെ എല്ലാം മുഴുവൻ ഡീറ്റെയിൽസും അടുത്ത ദിവസം പറയും. ഏത്? ഇല്ലില്ല, LDFിൻ്റെ യോഗം വിളിച്ചിട്ടില്ല. ഇല്ലില്ല, ഡേറ്റ് തീരുമാനിച്ചില്ല. ഇപ്പം എല്ലാവരുമായി ബന്ധപ്പെട്ടില്ല, തീരുമാനിക്കുക. പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടി ഒരു മുറി നിയമസഭാ കോംപ്ലക്സിൽ ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത ഉണ്ട്. ശുദ്ധ അസംബന്ധ വാർത്ത. അത് ഇന്നലെ വാർത്ത അസംബന്ധമായിരിക്കും. പക്ഷേ ഇന്നലെ സ്പീക്കറുടെ പ്രതികരണം തെറ്റാണ്. ഇനി സ്പീക്കറല്ല ന്യായം പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അത് തെറ്റാണ്. അങ്ങനെ ഒരു കാര്യവും ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അസംബന്ധ തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്പീക്കറോട് ചോദിക്കണം എങ്ങനെയകത്ത് വിളിക്കുന്നു, എന്തടിസ്ഥാനത്തിലാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. സ്പീക്കറോടാണല്ലോ ചോദിക്കുന്നത്, എന്നോട് ചോദിക്കുന്നത്. സ്പീക്കർ അങ്ങനെ കത്തെഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് സ്പീക്കറോട് ചോദിക്കണം. സ്പീക്കർക്ക് എന്തും കമൻറ്റ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കുന്നില്ല, എന്തെല്ലാം പറയുന്നത് പോലെ അത്ര കണ്ടാൽ മതി. തന്നാലല്ലേ, ഭാവിയിലല്ലേ ഇത്. അതിലൊരു കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു കത്ത് തന്നാൽ എന്നുള്ളത് സാങ്കല്പികമായ ഒരു മറുപടിയാണ്. അതിലെന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അങ്ങനെ കത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു കത്ത് തന്നാൽ ഞാൻ ആലോചിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല. കത്ത് കൊടുക്കുന്ന പ്രശ്നമില്ല. പോരെ?